കേരള സിലബസ് മാത്സ് കംപ്ലീറ്റ് ഗൈഡ് എന്ന ചാനലിലെ 9ാം ക്ലാസ് ഗണിതത്തിൻ്റെ 2ാം അധ്യായമായ പുതിയ സംഖ്യകൾ ന്യൂ നമ്പേഴ്സ് അതിൻ്റെ 5ാം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ 25ാം പേജിൽ കൊടുത്തിരിക്കുന്ന റൂട്ട് 3ൻ്റെ വില കണ്ടുപിടിക്കുക എന്ന ഒരു പ്രവർത്തനമാണ് ചെയ്യാൻ പോകുന്നത്. റൂട്ട് 2ൻ്റെ പ്രവർത്തനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. റൂട്ട് 3ൻ്റെ ദശാംശ രൂപം കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. റൂട്ട് 3ൻ്റെ ദശാംശ രൂപം 5 ദശാംശത്തിലേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, 5 ദശാംശത്തിലുള്ള റൂട്ട് 3ൻ്റെ ദശാംശ രൂപമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം വർഗം 3 ആകാൻ സാധ്യതയുള്ള ഒരു സംഖ്യയെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യം എന്തു ചെയ്യണം? ആദ്യം നമ്മൾ 3 വർഗമാവുന്ന ഒരു പൂർണ്ണസംഖ്യ, അതിൻ്റെ അടുത്തുള്ള പൂർണ്ണസംഖ്യ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ചെയ്തു നോക്കാം. ആദ്യം 3ന് തൊട്ടടുത്തുള്ള പൂർണ്ണവർഗങ്ങളെ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 1ൻ്റെ വർഗം നമ്മൾ കണ്ടുപിടിച്ചു. 1ൻ്റെ വർഗം 1, അത് 3നേക്കാൾ ചെറുതാണ്. 2ൻ്റെ വർഗം 4, അത് 3നേക്കാൾ വലുതാണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് ഈ 1നും 4നും ഇടയ്ക്കാണല്ലോ. അതുകൊണ്ട് നമ്മുടെ റൂട്ട് 3ൻ്റെ വില എന്ന് പറയുന്നത് 1നും 2നും ഇടയ്ക്ക് ആയിരിക്കും. അതായത് റൂട്ട് 3ൻ്റെ വില 1നും 2നും ഇടയ്ക്കായിരിക്കും. ആദ്യത്തെ അക്കം എന്തായിരിക്കും? ആദ്യത്തെ അക്കം നമുക്ക് 1 എന്ന് ഉറപ്പിക്കാം. കാരണം എന്താണ്? കാരണം 2ൻ്റെ വർഗം 3നേക്കാൾ വലുതാണ്. ഓക്കെ, അപ്പോൾ 3നോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് 1ൻ്റെ വർഗമാണ്. അതുകൊണ്ട് ആദ്യത്തെ അക്കം നമ്മൾ 1ആയി എടുക്കുന്നു. അപ്പോൾ റൂട്ട് 3ൻ്റെ പൂർണ്ണസംഖ്യാ ഭാഗം എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി നമുക്കുള്ളത് ദശാംശ ഭാഗങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഉത്തരം 1 ആയിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ 1ാം ദശാംശ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ 1ാം ദശാംശ സ്ഥാനം കാണുന്നു. നേരത്തെ നമ്മൾ 1നും 2നും ഇടയ്ക്കാണ് 3 എന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ ഈ 1നും 2നും ഇടയ്ക്കുള്ള സംഖ്യാരേഖയെ 10 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നു. അപ്പോൾ നമുക്ക് 1.1, 1.2, അങ്ങനെ 1.9, 2.0 ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി ഈ ഓരോന്നിൻ്റെയും വർഗം നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം റൂട്ട് 2ൻ്റെ വാല്യൂ കണ്ട സമയത്ത് 1.4ൻ്റെ വർഗം 1.96 ആയിരുന്നു. 1.5ൻ്റെ വർഗം 2.25 ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും 1.5 5 അതിനേക്കാൾ വലുതോ ആയിരിക്കും നമ്മുടെ സംഖ്യ. അതുകൊണ്ട് നമുക്ക് 1.5ൻ്റെ വർഗം മുതൽ തുടങ്ങാം. അപ്പോൾ 1.5ൻ്റെ വർഗം 2.25, 1.6ൻ്റെ വർഗം 2.56, 1.7ൻ്റെ വർഗം 2.89, 1.8ൻ്റെ വർഗം 3.24. 1.8ൻ്റെ വർഗം 3നേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് റൂട്ട് 3ൻ്റെ വില 1.7നും 1.8നും ഇടയ്ക്കായിരിക്കും. നമ്മുടെ 1ാമത്തെ ദശാംശ സ്ഥാനത്തുള്ള സംഖ്യ 7 ആയിരിക്കും. ഓക്കെ, അതായത് റൂട്ട് 3ൻ്റെ വില 1.7നും 1.8നും ഇടയിലാണ്. അടുത്ത അക്കം 7 എന്ന് ഉറപ്പിച്ചു. ഈ അടുത്ത അക്കം എന്ന് ഉദ്ദേശിക്കുന്നത് ഘട്ടം 2ൽ പറയുന്ന കാര്യമാണ്. അതായത് 1ാം ദശാംശ സ്ഥാനം 7 എന്ന് ഉറപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഉത്തരം എന്താണ്? 1.7. ഇനി ബാക്കി നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി 2ാം ദശാംശ സ്ഥാനത്തുള്ള അക്കം കണ്ടുപിടിക്കാൻ പോയാലോ?
അതായത് ഘട്ടം 3ലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഘട്ടം 3 നോക്കൂ. രണ്ടാം ദശാംശ സ്ഥാനം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ 1.7നും 1.8നും ഇടയ്ക്കാണ് √3ൻ്റെ വില എന്ന് പറഞ്ഞു. ഇനി ഈ ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യും? 10 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നു. എന്നിട്ട് നമ്മൾ 1.71ൻ്റെ വില കാണുന്നു. 1.71ൻ്റെ വില 2.9241, 1.72ൻ്റെ വില 2.9584, 1.73ൻ്റെ വർഗത്തിൻ്റെ വില 2.9929. അത് 3നോട് ഏറ്റവും അടുത്ത് കിടക്കുകയാണ്. 1.74ൻ്റെ വർഗം 3.0276. അത് 3നേക്കാൾ വലുതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് നിഗമനത്തിലെത്താം? √3ൻ്റെ വില 1.73നും 1.74നും ഇടയ്ക്കായിരിക്കുമെന്ന് ഉറപ്പിക്കാം. ഇനി ഈ രണ്ടാം ദശാംശ സ്ഥാനം എന്തായിരിക്കും? രണ്ടാം ദശാംശ സ്ഥാനത്തുള്ള അക്കം 3 ആയിരിക്കും. ഓക്കെ, കാരണം 4 എടുത്തു കഴിഞ്ഞാൽ അത് 3നേക്കാൾ കൂടിപ്പോവും. അതുകൊണ്ട് 1.73 ആണ് 3ാം ഘട്ടത്തിൽ കിട്ടുന്ന ഉത്തരം. വില 1.73നും 1.74നും ഇടയിലാണ്. അടുത്ത അക്കം, അതായത് രണ്ടാം ദശാംശ സ്ഥാനത്തുള്ള അക്കം 3 എന്ന് നമ്മൾ ഉറപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഉത്തരം എന്തായിരിക്കും? 1.73. ഇനി നമ്മൾ 3 സ്ഥാനം കൂടി കണ്ടുപിടിക്കും. അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാലോ? അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് 4. ഓക്കെ, സ്റ്റെപ്പ് 4ൽ നമ്മൾ 3ാം ദശാംശ സ്ഥാനം കാണാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് അറിയാം 1.73നും 1.74നും ഇടയിലാണ് ആരുള്ളത്? √3ൻ്റെ വില. അപ്പോൾ നമ്മൾ 1.731, 1.732 അതെല്ലാം നോക്കുവാണ്. അപ്പോൾ 1.731ൻ്റെ വർഗം എന്താണ്? 2.996361. ഇനി 1.732ൻ്റെ വർഗമോ? അത് 2.999824. 1.733 അതിൻ്റെയോ? അതിൻ്റെ വർഗമോ? അത് 3നേക്കാൾ അല്പം കൂടുതലാണ്. അതുകൊണ്ട് √3ൻ്റെ വില ഇതിനിടയിലായിരിക്കും. 1.732നും 1.733നും ഇടയിലായിരിക്കും നമ്മുടെ √3ൻ്റെ വില. ഇവിടെ 3ാം ദശാംശ സ്ഥാനത്തുള്ള അക്കം ഏതായിരിക്കും? 2 ആയിരിക്കും. കാരണം 3 എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സംഖ്യയായ 3നേക്കാൾ കൂടും. അതുകൊണ്ട് എന്ത് നിഗമനത്തിലെത്താം? √3ൻ്റെ വില 1.732നും 1.733നും ഇടയിലാണ്. അടുത്ത അക്കം, അതായത് 3ാം ദശാംശ സ്ഥാനം 2 എന്ന് നമ്മൾ ഉറപ്പിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ ഉത്തരം എന്തായിരിക്കും? 1.732. ഇനി നമ്മൾ 2 സ്ഥാനം കൂടി കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാലോ? അപ്പോൾ അടുത്ത ഘട്ടം 5ാം ഘട്ടമാണ്. 5ാം ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം √3ൻ്റെ വില 1.732നും 1.733നും ഇടയിലാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഭാഗിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ 1.732 അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1.732 എന്ന് നമുക്ക് പറയാം. കാരണം 4 ദശാംശം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 0 ഇട്ടിട്ട് ചെയ്യാം. 1.73221, 1.7322. ഓക്കെ, സോറി, നമുക്ക് ഇവിടെ അതെ 20നും 30നും ഇടയ്ക്കാണ് വേണ്ടത്. അല്ല, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് ഇവിടെ 1.732. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായിരിക്കും? ഒരു 0 ചേർക്കുന്നു. 1.732 കഴിഞ്ഞ് കഴിഞ്ഞാൽ
1.7321. അങ്ങനെ നമ്മൾ 1.7330 ഇതുവരെയുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 1.732 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1.730 തുല്യമായിരിക്കും. അതേപോലെ 1.733 എന്നുള്ളത് 7330 തുല്യമാണ്. ഇവിടെ നമ്മൾ 1.7321 വർഗം കാണുന്നു. അപ്പോൾ അത് കൂടുതലാണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? ഇത് കൂടുതലായതുകൊണ്ട് ഇതിന് മുമ്പത്തെ സംഖ്യ നോക്കണം. ഇതിന് മുമ്പത്തെ സംഖ്യ ഏതാണ്? അതാണ് ഇവിടെ ഞാൻ എഴുതിയത്. ഇതിന് മുമ്പത്തെ സംഖ്യ 1.7320 ആയിരിക്കും. ഇതിൻ്റെ വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് തുല്യമായിരിക്കും? 1.732 തുല്യമായിരിക്കും. ഓക്കെ, കാരണം അവസാനം 0 വന്നു കഴിഞ്ഞാൽ നമുക്കത് കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അത് രണ്ടും ഒരേ ഉത്തരമായിരിക്കും. അതായത് 1.732 വർഗം 1.732 വർഗം 1.73200 അതിൻ്റെ വർഗം അതെല്ലാം തന്നെ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 1.7321 വില 3 കൂടിപ്പോയി. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഇതിന് മുമ്പത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 1.7320 ആണ്. ഇതിൻ്റെ വർഗം 3 ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ √3 വില ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, 1.7320 സ്ക്വയർ അതായത് വർഗം എന്താണ്? 2.999824 തന്നെയാണ്. അതായത് 1.732 വർഗം. ഓക്കെ, അതെന്താണ്? 3 ചെറുതാണ്. അപ്പോൾ നമ്മുടെ √3 വില ഇതിന് ഇടയിലായിരിക്കും. ഇത് ശ്രദ്ധിക്കുക. ഈ ഘട്ടം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഘട്ടത്തിൽ നമ്മൾ 1.7321 അതിൻ്റെ വർഗം കാണുമ്പോൾ നമുക്ക് എന്താണ്? വലിയ വില കിട്ടും. അപ്പോൾ ഇതിന് മുമ്പത്തെ സംഖ്യ നോക്കുക. അത് 1.7320 ആണ്. ഓക്കെ, അതിൻ്റെ വർഗം എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കാം, കാൽക്കുലേറ്റർ വെച്ച് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് 1.732 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, അത് തന്നെയായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ദശാംശം കഴിഞ്ഞ് നമുക്ക് പൂജ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? എടുക്കേണ്ട ആവശ്യമില്ല, അത് ഒഴിവാക്കി നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 1.7320 അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പൂജ്യത്തെ ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. അവസാനം വരുന്ന പൂജ്യങ്ങളെ മാത്രമേ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ. അപ്പോൾ ഘട്ടം 5 നിന്നും നമുക്ക് എന്ത് മനസ്സിലാവും? 1.7320 1.7321 ഇടയിലാണ് നമ്മുടെ √3 വില എന്ന് മനസ്സിലാവും. ഇവിടെ നമുക്ക് 4-ാം ദശാംശ സ്ഥാനം ഏതായിരിക്കും? 4-ാം ദശാംശ സ്ഥാനം 0 ആയിരിക്കും. കാരണം ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ അത് 3 വലുതാണ്, അതുകൊണ്ട് 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ നിഗമനം എന്താണ്? അല്ലെങ്കിൽ തീരുമാനം എന്താണ്? 1.7321 എടുത്തപ്പോൾ വില 3 കൂടി. അതുകൊണ്ട് നമ്മൾ തൊട്ടുപുറകിലെ അക്കമായ 0 ഉറപ്പിക്കുന്നു. അങ്ങനെ 0 ഉറപ്പിക്കുമ്പോൾ സംഖ്യ 1.7320 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു അക്കം കൂടി കണ്ടുപിടിക്കാം, അതായത് ഘട്ടം 6. അപ്പോൾ ഘട്ടം 6-ൽ 1.7320 1.7321 ഇടയ്ക്കുള്ള സംഖ്യകളെ നോക്കാം. അപ്പോൾ 7320, അത് കഴിഞ്ഞ് 1, പിന്നെ 2, അങ്ങനെ ഇട്ട് നോക്കാം. അപ്പോൾ 1.7320 വർഗം ഇതായിരിക്കും. 1.7320 ഇതാണ്. 1.73203 വർഗം ഇതാണ്. 1.73204 അതിൻ്റെ വർഗം ഇതാണ്.
1.73 205ൻ്റെ വർഗം 2.59 എഴുതി 72025 ആണ്. 1.73 206 ശരിക്കും 206 എന്നാണ് വായിക്കേണ്ടത്. ഞാൻ എളുപ്പത്തിന് വേണ്ടി 206 എന്ന് വായിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ വർഗം 3-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് തീരുമാനത്തിലെത്താം. അപ്പോൾ √3ൻ്റെ വില 1.73205നും 1.73206നും ഇടയിലായിരിക്കും. ഈ 5-ാം ദശാംശ സ്ഥാനം ആരായിരിക്കും? 5 ആയിരിക്കും. ഈ 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ ഉത്തരം എന്ത് കിട്ടും? √3 ഇത് നമ്മുടെ ഏകദേശ സമം അല്ലെങ്കിൽ ഏകദേശ തുല്യം എന്ന സിമ്പൽ. അപ്പോൾ √3 1.73205ന് ഏകദേശം തുല്യമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? √3 സമം 1.73205. ഓക്കെ, 1.73205. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി ഓർത്ത് വയ്ക്കുക, √3ൻ്റെ വില എന്ന് പറയുമ്പോൾ 1.7325 ആണ്. √2ൻ്റെ വില എന്തായിരുന്നു? 1.4142 ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഈ രണ്ട് വിലകളും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതായത് √2 ഏകദേശം തുല്യം ആർക്ക്? 1.41421. √3 ഏകദേശ തുല്യം 1.73205. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതിൽ അറ്റ്ലീസ്റ്റ് ഈ 3 അക്കങ്ങളെങ്കിലും 414 732. കാരണം ഇത് വെച്ച് നമുക്ക് പല ചോദ്യങ്ങളും ചെയ്യാനുണ്ട്. ഈ വില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിലകളാണ്. അപ്പോൾ √2നും √3നെയും നമുക്ക് ഭിന്നസംഖ്യ എഴുതാൻ പറ്റില്ല. പക്ഷേ ഇവർക്ക് ഒരു ദശാംശ രൂപം ഉണ്ട്. ആ ദശാംശ രൂപം എന്തായിരിക്കും? ഒരിക്കലും അവസാനിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ ഏകദേശ തുല്യമെന്ന് നമ്മൾ പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ, അതായത് സോൾവ് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് 9-ാം ക്ലാസ്സിലെ മാത്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നത് വരെ താങ്ക് യു.